السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, ജില്ലാ SKSSFന്റെ പ്രഗത്ഭരായ സാരഥികളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനുജന്മാരെ, വിശിഷ്യ എൻ്റെ SKSSFന്റെ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, അനുഗ്രഹീതമായ രാത്രി. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ തണലിൽ നിന്ന് പ്രവർത്തിക്കാൻ വലിയ തൗഫീഖാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ കാരണക്കാർ നമ്മുടെ പൂർവികരായ മാതാപിതാക്കളും ഗുരുവര്യന്മാരും ആദരണീയരായ നമ്മുടെ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒക്കെയാണ്. അവരോടൊക്കെ ഏറെ കടപ്പെട്ടവരാണ്. അവരിൽ പലരും ബർസഖിയായ ലോകത്ത് സ്ഥിതി ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ചർച്ച ചെയ്യാം. സഹോദരങ്ങളെ, വിവാദ മുടി, അതിൽ പൊതുജനം വഞ്ചിതരാകരുത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗം ചേർന്ന് വിശദമായി ചർച്ച ചെയ്ത് മുസ്ലിം സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്, പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SKSSF ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതും ഈ വിശദീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നതും. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അന്ധമായ എതിർപ്പ് മാറ്റിവെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സവിനയം അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഒരു മുൻകൂർ ഒരു കാഴ്ചപ്പാടില്ല, മുൻവിധിയില്ല, തുറന്ന സമീപനമാണ്. ആദ്യം ഒരു മുടി മർക്കസിലെത്തി 4-5 വർഷം പിന്നിട്ടു, അതിന് വലിയ വാർത്തയായി, അവർ തന്നെ കൊണ്ടു നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വിശദീകരണ പരിപാടി വെക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല. രണ്ടാമത്തൊരു മുടി ഇക്കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ ഒരു അറബ് സഹോദരൻ ഏൽപ്പിക്കുകയും അതിന് വലിയ പ്രചരണ കോലാഹലങ്ങൾ കേരളത്തിലുടനീളം അകത്തും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ 40 കോടിയുടെ ഒരു പള്ളി അത് സൂക്ഷിക്കാനെന്ന പേരിൽ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നാട്ടിലും ഗൾഫിലും പണപ്പിരിവ് നടത്തിക്കൊണ്ട് മുസ്ലിം ജനസമൂഹത്തെ അങ്ങോട്ട് ആകർഷിക്കാനും അത് തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനും വ്യാപകമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് വിശദീകരിക്കപ്പെടേണ്ട സാഹചര്യം സംജാതമായി. നമുക്ക് ഈ കാര്യങ്ങൾ തുറന്ന മനസ്സോടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇക്കഴിഞ്ഞ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ വെച്ചാണ് ഈ മുടി കൈമാറുന്നത്. നമ്മുടെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ വാർഷിക തൊട്ട് തലയാഴ്ചയാണ് കാന്തപുരത്തിന്റെ മർക്കസ് സമ്മേളനം. ഈ മുടി കാന്തപുരത്തിന് ഈ അറബ് സഹോദരൻ കൈമാറുന്നതിന്റെ തൊട്ട് മുമ്പായി വളരെ ശ്രദ്ധിക്കണം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് ഈ അറബിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ നടത്തുന്നത്. ആളൊരു കാര്യം കൂട്ടിച്ചേർത്തു, ഇത് കൈമാറുന്നതിന് മുമ്പായി
നേരത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. നേരത്തെ ഉള്ള മുടി അത് യാഥാർത്ഥ്യമാണോ എന്ന് നല്ല ഉദ്ദേശത്തോടെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വിനീതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി എന്ന് മാത്രമല്ല, അവസാന ഘട്ടം അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം വരികയാണെങ്കിൽ വഹാബിയോ മൗദൂദോ നിഷേധിക്കുകയാണെങ്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്കതിന്റെ പരമ്പര സനത് കൃത്യമായി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ടെലിഫോൺ വെച്ച ശേഷം വീണ്ടും അദ്ദേഹം നമുക്ക് തിരിച്ചു വിളിച്ചു പറഞ്ഞു, വേണ്ട മോനെ, അവരെ കൂട്ടിക്കൊണ്ടുവരണ്ട, അതൊക്കെ പ്രശ്നമാണ്, അവർ സത്യം പറഞ്ഞാൽ അംഗീകരിക്കൂല, ഇതൊരു പറക്കത്തിന്റെ കാര്യമില്ലേ, പറക്കത്തുള്ള വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, ഇല്ലാത്തവർ വിശ്വസിക്കണ്ട, മോൻ അങ്ങനത്തെ വിവാദം ഉണ്ടാക്കി വഹാബിനും മൗദൂദിനെയും മർക്കസ് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചതിന് പലരും സാക്ഷിയാണ് SKSയുടെ ഓഫീസിൽ വെച്ചാ. കാരണം നമ്മുടെ നാഷണൽ ദാവ കോൺഫറൻസ് നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ബഷീർ ദാരിമി തളങ്കര പോലും അന്ന് കാന്തപുരം ഇങ്ങോട്ട് തിരിച്ച് ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് അന്ന് ഓഫീസിലുണ്ട്. ഇപ്പം അദ്ദേഹം നിഷേധിക്കുന്നത്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അങ്ങനെ ഈ മുടിയുടെ പരമ്പര അത് എങ്ങനെ കൈമാറിപ്പോന്നു എന്നത് അറിയുക എന്നത് വളരെ പ്രധാനമാണ്. പ്രശ്നം ഇതാണല്ലോ, ഒരു മുടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ മുടി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ നിന്ന് എടുത്തതാണ്, അല്ലെങ്കിൽ വടിച്ചു നീക്കിയപ്പോൾ കിട്ടിയതാണെന്ന് പറയുന്നത് 1400 വർഷത്തിന് ഇപ്പുറം കാന്തപുരം പറയുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് കൈമാറിപ്പോന്ന പരമ്പര കിട്ടണം. പരമ്പര എന്തിനാ കിട്ടുന്നത്? പരമ്പര വായിച്ചാൽ പോരാ, ആ പരമ്പരയിലുള്ള ആളുകൾ വിശ്വാസയോഗ്യരാണോ എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ച് വിലയിരുത്തണം. ഈ പരമ്പരയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി ആർക്ക് കൊടുത്തു? ആ സ്വഹാബി ആർക്ക് കൊടുത്തു? ആ താബി ആർക്ക് കൊടുത്തു? അദ്ദേഹം ആർക്ക് കൊടുത്തു? അങ്ങനെ പരമ്പര പറഞ്ഞിട്ട് ഈ അറബിക്ക് ആര് കൊടുത്തു? ഈ അറബി കാന്തപുരത്തിന് കൊടുത്തു. ഇങ്ങനെ കാന്തപുരം തൊട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കൈമാറിപ്പോന്ന 10, 20, 25, 30, 35 ആളുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ പരമ്പര കൈമാറണം. അതിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ആളുകളുടെ ചരിത്രം പരിശോധിക്കണം. അതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ഈ മുടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരീകരിക്കപ്പെടാം. ഇത് ഇസ്ലാമിക നിയമമാണ്. ഒരു സാമാന്യ ബുദ്ധിക്ക് ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു മാനദണ്ഡമായി ഇത് കണക്കാക്കാനും സാധിക്കും. ഇങ്ങനൊരു മാനദണ്ഡം ഇസ്ലാമിൽ വെച്ച അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് അങ്ങനെ ചോദിച്ചു. ആ ചോദിച്ചതിന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഈ മുടി കൈമാറുന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട്, ടെലിഫോണിൽ മുടിയുടെ സനത് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാത്തതിന് ക്ഷോഭിച്ചവർക്ക് വേണ്ടി ഇതാ പരസ്യമായി സനത് വായിച്ചുകൊണ്ടാണ് നമ്മുടെ അറബ് സഹോദരൻ ഈ മുടി കൈമാറുന്നത് എന്ന്. വളരെ കൃത്യമായി ശ്രദ്ധിച്ചോ, ഇവർ പറയുന്ന മുടിയുടെ സനത്, മുടിയുടെ പരമ്പര നോക്കൂ, നിങ്ങൾക്കിവിടെ കേൾക്കാൻ സാധിക്കും. കൃത്യമായി പേരോട് മുടി കൈമാറുന്നതിന് മുമ്പ് ആ പരമ്പര അവിടെ വായിക്കുന്നതിന് മുമ്പ് വായിച്ച് കേൾപ്പിക്കുന്ന നോക്കൂ, നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്ന നോക്കൂ. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സനത് ഇവിടെ അച്ചടിച്ചു വെച്ചതാണെങ്കിലും ആ സനത് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആദരിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. നോക്ക്, നിങ്ങൾ അദ്ദേഹം പറയുന്നത് നേരത്തെ മുടിയുടെ സനത് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ആ പരമ്പര കൃത്യമായി മർക്കസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് ടെലിഫോണിൽ ആ പരമ്പര കൈമാറാത്തതിന് ക്ഷോഭിച്ചവർക്ക് വേണ്ടി ഇതാ പരസ്യമായി സനത് വായിച്ചു കേൾപ്പിക്കുകയാണെന്ന് പറയുന്നു. ആ മുടിയുടെ പരമ്പര എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വീണ്ടും പേരോട് ഇതേ ആശയം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. നോക്ക്, നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. കൃത്യമായി ഇതിന്റെ പരമ്പര പരസ്യമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ് ഈ അറബ് സഹോദരൻ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ ആ മുടിയുടെ പരമ്പര സനത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്
ആ റബി സഹോദരൻ വായിച്ചു കേൾപ്പിച്ചിട്ട് പ്രധാന പ്രഭാഷണം നടത്തുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ വായിച്ച പരമ്പര ഏതാണെന്നറിയുമോ? ഈ പരമ്പര, ഈ സനത്, ഈ മുടി കൊടുത്ത അഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹം സ്വഹാബി കുടുംബത്തിൽപ്പെട്ട മാന്യൻ അദ്ദേഹമാണ്. ആ സ്വഹാബി അദ്ദേഹത്തിന്റെ പിതൃപരമ്പര ചെന്ന് അവസാനിക്കുന്നത് റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബി വരില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പരമ്പരയാണ് അവിടെ വായിച്ചു കേൾപ്പിച്ചത്. കുടുംബ പരമ്പര, മുടി കൈമാറിയ പരമ്പരയല്ല സത്യം നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയകാരാ. പക്ഷെ ഇതാണ് ഈ മുടിയുടെ പരമ്പര എന്ന് ആമുഖമായി 2 പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ അഹമ്മദ് ഖസറുടെ അഹമ്മദ് ഖസറുടെ കുടുംബ പരമ്പര വായിച്ചു കേൾപ്പിച്ചിട്ട്, കാരണം നല്ല പരമ്പര, അത് വായിച്ചു കേൾപ്പിച്ചിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, ഇതാ മുടിയുടെ സനത് വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞു, ഇനി ആർക്കും ഒരു സംശയവും വേണ്ട, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീനിന്റെ നിയമങ്ങൾ പരമ്പര വായിച്ചു കേൾച്ചാലേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കൂ. കാന്തപുരം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ വായിച്ചു കഴിഞ്ഞു ഈ അറബ് സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ആ വഴിക്ക് കിട്ടിയതാണ് പരമ്പരയുടെ വായിച്ചു കേൾപ്പിച്ചു എന്ന് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് കാന്തപുരം ജനസമൂഹത്തെ കേൾപ്പിക്കുന്നത് പരസ്യമായി, ഇതാണ് മുടിയുടെ പരമ്പര, ഇദ്ദേഹത്തിന്റെ പിതൃ പരമ്പരയാണെന്ന്. നോക്കൂ നിങ്ങൾ അദ്ദേഹം സമ്മേളനത്തിൽ പറയുന്നത്. കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖസ്റജി